നിലപാടിനോട് എന്താണ് പ്രതികരിക്കുന്നത്? അല്ല, തീർച്ചയായിട്ടും ആശാവർക്കർമാരുടെ സമരം ഏറ്റവും നീതിപൂർവകമായിട്ടുള്ളൊരാവശ്യം ഉന്നയിച്ചുകൊണ്ടാണ്. ഈ സമരത്തിന് ധാർമ്മികമായ പിന്തുണ കൊടുക്കുക എന്നുള്ളത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഈ നാട്ടിലെ ജനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ചെയ്യേണ്ടതാണ്. ഇതിലും 11ാമത്തെ ദിവസമായിട്ടും അവരാവശ്യപ്പെടുന്നത് എന്താ? ഓണറേറിയം വർദ്ധിപ്പിക്കണം, കുടിശ്ശിക നൽകണം, അവർക്ക് പെൻഷൻ ആനുകൂല്യം അവർക്ക് കൊടുക്കണം, അവരെ റിട്ടയർമെൻറ്റിൽ എന്തെങ്കിലും ഒരു ആനുകൂല്യം കൊടുക്കണം എന്നൊക്കെ പറയുന്ന ഏറ്റവും ന്യായമായ കാര്യങ്ങൾ ഉന്നയിക്കുന്നു. ഈ നാട്ടിലെ എല്ലാ പദ്ധതികളും, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതികൾ മുഴുവൻ സാധാരണക്കാരൻ്റെ കരങ്ങളിൽ അല്ലെങ്കിൽ കുടുംബങ്ങളിൽ എത്തിക്കുന്നത് ഈ ആശാവർക്കർമാരല്ല. രാവെന്നോ പകലെന്നോ നോക്കാതെ ജോലി ചെയ്യുന്ന ഇവരുടെ ഈ സമരത്തിന് നേരെ കണ്ണടയ്ക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ധാർഷ്ട്യം അത് അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഏറ്റവും നീതിപൂർവമായിട്ട് സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് അതുകൊണ്ട് പിന്തുണ അർപ്പിക്കാം. ഈ സമരത്തെ ഞാൻ കാണുന്നത് അതിജീവനത്തിനായിട്ടുള്ള ഒരു ത്യാഗ സഹന സമരമായിട്ട് കഴിഞ്ഞ 11 ദിവസക്കാലമായിട്ട് കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിൽ നടക്കുന്ന ഈ സമരം കേരളത്തിൽ മനസാക്ഷിയുള്ളവർക്ക് മാറ്റിവെക്കാൻ കഴിയുന്ന ഒന്നല്ല. ആശാവർക്കർമാരുടെ ഈ സമരത്തെ ഞാൻ നോക്കിക്കാണുന്നത് അതിനപ്പുറമായിട്ട് ഈ സമരം എന്ന് പറയുന്നത് കേരളത്തിന്റെ മനസാക്ഷിയുടെ രാഷ്ട്രീയത്തിന്റെ ഈ പ്രവർത്തനം നടത്തുന്നവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ മറ്റ് സ്ഥലങ്ങളിൽ നടത്തുന്നത് പോലെയല്ല. കാട്ടുമൃഗങ്ങളുടെ നമുക്കറിയാം, ഓരോ ദിവസവും കടുവയൊക്കെ ഇറങ്ങി സ്ഥലമാണ്. ആശാവർക്കർമാരുടെ ഈ സമരത്തെ ഞാൻ നോക്കിക്കാണുന്നത് അതിനപ്പുറമായിട്ട് ഈ സമരം എന്ന് പറയുന്നത് കേരളത്തിന്റെ മനസാക്ഷിയുടെ രാഷ്ട്രീയത്തിന്റെ മേഖലയിൽ സ്ഥിരപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട സംഘടന നമ്മുടെ സംഘടന മാത്രമാണ്. അന്ന് നമ്മൾ ഈ ഡിമാൻഡ് ഉന്നയിക്കുമ്പോൾ നമ്മുടെ സമരത്തിൽ ഇതുപോലെ വന്നുകൊണ്ടിരുന്ന നമ്മുടെ സംഘടനയിലേക്ക് വന്നുകൊണ്ടിരുന്ന ആളുകളെ കളിയാക്കി ചോദിക്കുന്നതിലേക്ക് ഒരു നിലവാരം വേണ്ട, ഇത്രയൊക്കെ ചോദിക്കാൻ പറ്റും, അത് ചെന്നാൽ മതി കിട്ടും.